ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഹമാസിനെ തൂത്തെറിയുവാനുള്ള നിർണായകമായ ഒരു നീക്കവുമായി ഡൊണാൾഡ് ട്രംപ്. ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായി പ്രശസ്ത അമേരിക്കൻ സുവിശേഷകൻ പാസ്റ്റർ ജോണി മൂർ നിയമിതനായി. ട്രംപിന്റെ ഏറ്റവും പുതിയൊരു നീക്കമാണിത്. യുദ്ധം കൊണ്ട് തകർന്ന ഗാസയിലെ ജനങ്ങൾക്ക് സഹായം ഭക്ഷണത്തിന്റെ രീതിയിൽ എത്തിക്കുവാനുള്ള അത്യന്തം വെല്ലുവിളി നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനുള്ള ചുമതലയാണ് പ്രസിഡന്റ് ട്രംപ് പാസ്റ്റർ ജോണി മൂറിനെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും ഇസ്രായേലിൻ്റെ തീവ്ര വലതുപക്ഷ നേതൃത്വവുമായും അടുത്ത ബന്ധമുള്ള ഒരു അമേരിക്കൻ പാസ്റ്ററും രാഷ്ട്രീയ തന്ത്രജ്ഞനുമാണ് റവറൻഡ് ജോണി മൂർ. കഴിഞ്ഞ തവണ ട്രംപ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പ്രസിഡന്റിന്റെ ഇവാഞ്ചലിക്കൽ ഉപദേശക സമിതിയിൽ അംഗമായിരുന്നു റവറൻഡ് മൂർ. വൈറ്റ് ഹൗസിലെ നിരന്തരമായ പ്രാർത്ഥനകളിലൊക്കെ അദ്ദേഹം പതിവായി പങ്കെടുക്കുകയും യാഥാസ്ഥികമായ ക്രിസ്ത്യൻ മൂല്യങ്ങൾക്ക് വേണ്ടി ട്രംപ് എടുത്ത എല്ലാ തീരുമാനങ്ങളുടെയും പിന്നിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്ത വ്യക്തിയാണ് ജോണി മൂർ. ഹമാസ് ഇസ്രായേൽ യുദ്ധം കൊണ്ട് തകർന്നടിഞ്ഞ ഗാസയെയും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ കഷ്ടപ്പാടുകളുടെ ഹൃദയഭേദകമായ ചിത്രങ്ങളുമൊക്കെ നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. UN-ന്റെ നേതൃത്വത്തിൽ ഗാസയിലെത്തിക്കുന്ന അന്തർദേശീയ സഹായങ്ങൾ, പ്രത്യേകിച്ച് ഭക്ഷണ വസ്തുക്കൾ, അത് മുഴുവനും ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോകുന്നു എന്നാണ് ഇസ്രായേൽ നിരന്തരം ആരോപിച്ചുകൊണ്ടിരുന്നത്. അത് ഏറെക്കുറെ സത്യവുമായിരുന്നു. അങ്ങനെ എത്തുന്ന സഹായങ്ങൾ മുഴുവൻ ഹമാസ് പിടിച്ചടക്കുകയും അത് അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് താല്പര്യമുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. സമീപകാലത്ത് സഹായ വിതരണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി പട്ടാളക്കാർ വെടിവെപ്പ് നടത്തിയതും നിരവധി പേർ കൊല്ലപ്പെട്ടതുമൊക്കെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ അഥവാ GHF എന്ന സ്ഥാപനം അമേരിക്ക രൂപീകരിക്കുന്നത്. ഇസ്രായേലിൻ്റെ അനുമതിയോടെ രൂപീകരിച്ച ഒരു സ്വകാര്യ സംരംഭമാണിത്. ഗാസയിൽ ആവശ്യമുള്ളവരിലേക്ക് സഹായം നേരിട്ട് എത്തിക്കുന്നു എന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതൊരു പുതിയ സമീപനമാണ്. മുൻപുണ്ടായിരുന്ന വെല്ലുവിളികളെ മറികടക്കാനും സഹായ വിതരണത്തിൽ സുതാര്യത ഉറപ്പാക്കാനും രൂപകൽപ്പന ചെയ്തതാണ് ഇതെന്നാണ് പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച ആദ്യം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചു. ജോണി മൂറിന്റെ നേതൃത്വത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സുരക്ഷയോടെയാണ് നടക്കുന്നത്. ഒറ്റ ഓപ്പറേഷനിൽ മാത്രം ഏകദേശം 7 ലക്ഷം ഭക്ഷണപ്പൊതികളാണ് ജോണി മൂറും സംഘവും അവിടെ വിതരണം ചെയ്തത്. സഹായം സ്വീകരിക്കുന്ന ഗാസക്കാരുടെ പ്രതികരണങ്ങളെക്കുറിച്ച് ജോണി മൂർ ഇപ്രകാരം വിശദീകരിക്കുന്നു. ഹമാസിന്റെ ഭീകര പ്രവർത്തനത്തിന്റെ ആദ്യത്തെ ഇരയെന്ന് പറയുന്നത് പലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. നമ്മൾ ചിലപ്പോൾ അത് മറന്നുപോവുകയാണ്. ഈ ഗാസ നിവാസികൾ അത്യന്തം നന്ദിയോടെയാണ് അവർ അമേരിക്കക്കാരെ കുറിച്ച് പറയുന്നത്. ഒരു അമേരിക്കക്കാരൻ എന്നുള്ള നിലയിൽ എനിക്കിത് പ്രോത്സാഹനജനകമാണ്. മാത്രവുമല്ല, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ കഷ്ടത അനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. മാത്രവുമല്ല, അതെൻ്റെ ഉത്തരവാദിത്വമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ജോണി മൂർ വിശദീകരിക്കുന്നു. ഇവിടെ US പിന്തുണയുള്ള ഈ സഹായ സംഘം നേരിട്ട് ഭക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഗാസയിലെ ജനങ്ങളുടെ മേലുള്ള ഹമാസിന്റെ പിടി പതിയെ അയയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജോണി മൂറിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താല്പര്യപ്രകാരം നടക്കുന്ന ഈ ഭക്ഷണ വിതരണത്തെ ഹമാസും അതുപോലെയുള്ള ഹമാസിനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും വളരെ ശക്തിയായി എതിർക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇസ്രായേലിന് വേണ്ടി ശക്തമായി വാദിക്കുന്ന അമേരിക്കയിലെ ഇവാഞ്ചലിക്കൽ സമൂഹത്തിൻ്റെ ശക്തനായ വക്താവ് എന്നുള്ള നിലയിൽ ജോണി മൂർ കടുത്ത വിമർശനങ്ങളാണ് പാലസ്തീൻ അനുകൂലികളിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സഹായം എത്തിക്കാനെന്ന പേരിൽ ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെയും കുടിയേറ്റ കൊളോണിയൽ ലക്ഷ്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലേക്കുള്ള മറ്റൊരു ചുവടുവെപ്പാണിതെന്ന് അവർ ആരോപിക്കുന്നു. പലസ്തീൻ വക്താക്കളും മനുഷ്യാവകാശ സംഘടനകളുമെല്ലാം അതുകൊണ്ട് തന്നെ മൂറിൻ്റെ നേതൃത്വത്തെ വളരെ സംശയദൃഷ്ടിയോടെയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും വളരെ ശക്തമായ നിലയിൽ അവരതിനെ അപലപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്.
ജോണി മൂറിൻ്റെ വിപുലമായ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ നിയമനം അത്ഭുതകരമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇവാഞ്ചലിക്കൽ ഉപദേശക സമിതിയുടെ സഹ അധ്യക്ഷനായിരുന്ന അദ്ദേഹം US എംബസി ജെറുസലേമിലേക്ക് മാറ്റുന്നതിനു വേണ്ടി ശക്തമായ വാദിച്ച വ്യക്തിയാണ്. കൂടാതെ US കമ്മീഷൻ ഫോർ ഇൻ്റർനാഷണൽ റിലീജിയൻസ് ഫ്രീഡത്തിൻ്റെ ഒരു കമ്മീഷണറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മധ്യേഷ്യ പോലുള്ള സങ്കീർണമായ ഒരു മേഖലയിലെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും മിഡിൽ ഈസ്റ്റിലുടനീളം യാത്ര ചെയ്ത് സ്വാധീനമുണ്ടാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സൗദിയുടെ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ, ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു, ഈജിപ്ഷ്യൻ പ്രസിഡന്റായ അബ്ദുൾ ഖത്താഫ് അൽ സിസി, ജോർദാനിയൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ തുടങ്ങിയ നേതാക്കളുമായെല്ലാം വളരെ അടുത്ത ബന്ധം ഇദ്ദേഹത്തിനുണ്ട്. ഈ സമീപകാലത്ത് അദ്ദേഹം ഇവരുമായി എല്ലാ കൂടിക്കാഴ്ചകൾ നടത്തുകയും മധ്യേഷ്യയിൽ ഉടനീളം ശക്തമായ ബന്ധങ്ങൾ അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളും ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ സമാനതകളില്ലാത്ത സമാധാനവും സഹകരണവും ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ് ഏബ്രഹാം അക്കോർഡ്. അതിൻ്റെ ഒരു വിപുലീകരണ സാധ്യതകളും ഇപ്പോൾ ജോണി മൂറിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്ന് കരുതപ്പെടുന്നു. ലിബർട്ടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD നേടിയ ജോണി മൂർ പിന്നീട് അമേരിക്കയിലെ ഇസ്രായേൽ അനുകൂല പ്രചരണത്തിൻ്റെ പ്രധാന ശബ്ദമായി മാറുകയായിരുന്നു. ഇസ്രായേലിലേക്കുള്ള യഹൂദ കുടിയേറ്റം ബൈബിൾ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണെന്ന് വിശ്വസിക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അമേരിക്കയിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ ഫെലോഷിപ്പ് ഓഫ് ക്രിസ്ത്യൻസ് ആൻഡ് ജ്യൂസിൻ്റെ ബോർഡിലും അദ്ദേഹം മെമ്പറാണ്. യഹൂദ ജനതയെ അവരുടെ മാതൃരാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ള ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. ഇത് അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ, സഹായം എത്തിക്കുന്നതിനും സമാധാനം വളർത്തുന്നതിനും എപ്പോഴും ധാരാളം വെല്ലുവിളികളും വ്യത്യസ്തമായ വീക്ഷണങ്ങളും ഉണ്ടാവും. ഗാസയിലെ ജനങ്ങളെ ബലമായി ഒഴിപ്പിച്ച ആ പ്രദേശം ഒരു മിഡിൽ ഈസ്റ്റ് റിവിയേരയാക്കി മാറ്റുവാനുള്ള ട്രംപിൻ്റെ ആഗ്രഹത്തെ പരസ്യമായി പിന്തുണച്ച ഒരു വ്യക്തി കൂടിയാണ് മൂർ. അതുകൊണ്ട് തന്നെ വ്യാപകമായ വിമർശനം അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നുണ്ട്. പലസ്തീനിയൻ ജനതയുടെ കുടിയിറക്കത്തിന് കൂടുതൽ ശക്തി പകരുന്ന ഒരാശയമാണ് ട്രംപ് ജോണി മൂറിനെ ഗാസയിൽ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ജോണി മൂറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വിശ്വാസം തൻ്റെ പ്രവർത്തികളിലൂടെ വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന ഒരു നല്ല അവസരമാണിത്. അർഹരായവർക്ക് നിർണായകമായ പിന്തുണ നൽകുകയും ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുകയും ചെയ്യുവാൻ ജോണി മൂറിന് വേണ്ടിയും വിശുദ്ധ നാട്ടിൽ ശാശ്വതമായ ശാന്തി ഉണ്ടാകേണ്ടതിനു വേണ്ടിയും നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.